പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ജോൺസൺ വർക്കി. ഞാനിന്ന് ഒരു കർഷകനോടൊപ്പമാണ്. ആദിത്യപുരം സ്വദേശിയായ ശശിച്ചേട്ടൻ്റെ കൃഷി തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പൊതി, കേൾക്കുമ്പോൾ കൗതുകം തോന്നും. പൊതി എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്ത് പൊതി ഗ്രാമമാണ്. അവിടെ കലിയത്തുകുന്ന് പള്ളിക്കടുത്തുള്ള പാടശേഖരത്താണ് ഈ ശശിച്ചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്നത്. ശശിച്ചേട്ടൻ്റെ കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ചേട്ടാ, ഇത് എത്ര വർഷമായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യുന്നു? ഇപ്പോൾ ഒരു 23 വർഷം 24 വർഷത്തോളമായി. 24 വർഷത്തോളമായി. ഇവിടെ ഈ കണ്ടത്തിൽ പയറാണ് തോന്നിട്ടാണല്ലേ? പുതിയ പാടത്ത് വന്നിട്ട് 23-24 വർഷമായി. 24 വർഷത്തോളമായി അല്ലേ? അത് ശരി. ആദിത്യപുരമാണ് വീട്. വീട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇത്രയും ദൂരത്തിൽ സഞ്ചരിച്ച് ഇവിടെ വരും. അപ്പോൾ 10-23 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഏതൊക്കെ കൃഷികളാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്? പാവലും ഇപ്പം പയറും, പിന്നെ ഒരു കുറച്ച് വാഴയുണ്ട്. 2-3 ഏക്കർ സ്ഥലം നമ്മളെടുത്ത് പട്ടത്തിനെടുത്ത് ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഇവിടെ? 3.5 ഏക്കറോളം ഉണ്ടായി അല്ലേ? കുറച്ച് ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം വരുന്നത് നമുക്ക് കൃഷിയെ സംബന്ധിച്ച് ഒത്തിരി ദോഷമുണ്ട്. ഇന്ന് ഭയങ്കരമായ മഴ. രാവിലെ മുതൽ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് തീർത്തും മഴയാണ്. പന്തലിലായി കായായി തുടങ്ങിയ പയറല്ലേ ഇത്? അതെ. ശരിക്കും കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു വിളവ് നമുക്ക് കിട്ടിയാനെ. പിന്നെ മേളിൽ സൈഡിൽ കുറച്ച് സ്ഥലം പാവലിട്ടിട്ടുണ്ട്. ഇതിന്റെ ഈ നമ്മൾ വള്ളിപ്പയറൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക്, വള്ളിപ്പയറാണല്ലോ ഇട്ടേക്കണേ, വള്ളിപ്പയർ ഇട്ട് കഴിഞ്ഞ് എത്ര ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കായ ഉണ്ടാവും? 45-50 ഒക്കെ ആവും അല്ലേ? അതിന്റെ ഈ വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാ? അത് വളപ്രയോഗം ആദ്യം കാലാവസ്ഥ അനുസൃതമായിട്ട് വേനലാണെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇടും. അല്ല വർഷമാണെങ്കിൽ കിളച്ച് കൂട്ടി അതിൻ്റെ തടവൊരുക്കി കുത്തിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വളയിടുന്ന പരിവാകുമ്പോഴത്തേന് വളയിടും. ചാണകം കൊടുക്കേണ്ട സമയമാകുമ്പോൾ ചാണകം കൊടുക്കും. അങ്ങനെ മരുന്ന് ചെയ്യേണ്ട സമയത്ത് മരുന്ന് ചെയ്യും. കാലാവസ്ഥ അനുകൂലമാണ്. നമുക്ക് വളരെ ഇതായിരുന്നു. അതെ. പിന്നെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിപണന സാധ്യത ഭയങ്കര പ്രശ്നമല്ലേ? ആരെങ്കിലും കച്ചവടക്കാരെ കൊണ്ട് ഏൽപ്പിച്ച് അവർ തന്നെ വില മേടിച്ച് പോരുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അല്ലാണ്ട് വേറെ വിപണന സാധ്യത ശരിക്കും പറഞ്ഞാൽ കൂടുതലുണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ വിപണന സാധ്യതയാണ്. മാർക്കറ്റുകളില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ അടുത്ത് തലയോലപ്പറമ്പ്, പിന്നെ ഇവിടെ കുറുപ്പന്തറയുണ്ട്. ഈ 2 മാർക്കറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അത് ചില സ്ഥലത്ത് ലേലമുണ്ട്. ഒന്നിച്ച് ഉൾക്കൊള്ളാനുള്ള ആളുകൾ വരുന്നില്ല. അതാണ് കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ആദിത്യപുരം സ്വദേശിയായ ശശിച്ചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്ന പൊതി പാടത്തെ പാടശേഖരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്ന പാവലും തോട്ടം കൂടാതെ പയറും ഏകദേശം കായായി വരുന്നു. പൊതി നിവാസികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതനാണ് ശശിച്ചേട്ടൻ. ഏകദേശം ഒരു 10-24 വർഷമായിട്ട് പൊതി കലയത്തുകുന്ന് പള്ളിയോടടുത്തുള്ള പാടശേഖരത്തിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. വെളുപ്പിന് 3:30-4 മണിയോടുകൂടി അദ്ദേഹം പാടത്ത് വരുന്നതും വൈകിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാനിന്നൊരു പാവൽ വിളവെടുപ്പിൻ്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി വെളുപ്പിന് തന്നെ ഈ പാടശേഖരത്ത് വരികയും ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചാണ് റെയിൻകോട്ടും ഇട്ട്. ഇന്ന് കനത്ത മഴ പെയ്യുന്നുണ്ട്.
തുടർച്ചയായിട്ട് ഒരാഴ്ചയായിട്ട് മഴ പെയ്യുന്നു എങ്കിലും റെയിൻകോട്ട് ഇട്ട് ഈ പ്രതിസന്ധികളെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് ശശിയേട്ടൻ ഒറ്റയ്ക്കാണ് ഏകദേശം ഇവിടെ ഈ 3.5-4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. റെയിൻകോട്ടും ഇട്ട് അദ്ദേഹം പാവൽ വിളയെടുത്ത് ചുമന്ന് റോഡിൻ്റെ സൈഡിൽ കൊണ്ട് തലോലപ്പറമ്പ് മാർക്കറ്റ് കേന്ദ്രമാക്കിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. വിപണന സാധ്യതകൾ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ പച്ചക്കറി കൃഷികളെ സംബന്ധിച്ച് ഇല്ല എന്നാണ് ശശിയേട്ടൻ പറയുന്നത്. കാരണം 100 കിലോ 200 കിലോ 500 കിലോ ഒക്കെ പാവൽ കൃഷി ചെയ്തുണ്ടായാൽ അതിൻ്റെയുള്ള വിപണന സാധ്യതകൾ കുറവാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ തലയോലപ്പറമ്പ് കുറുപ്പന്തറ ഭാഗങ്ങളിൽ മാർക്കറ്റുകൾ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറുകിട കർഷകരും മറ്റും ഒന്നിച്ച് ഈ സാധനങ്ങൾ എടുക്കാൻ തയ്യാറാകാത്തതിനാൽ കൂടുതലുള്ളതുകൊണ്ട് വിറ്റഴിക്കുവാൻ വളരെ പാടാണെന്നാണ് ശശിയേട്ടൻ പറയുന്നത്.
ഞാനിന്ന് ഇച്ചിരി വെളുപ്പിന് തന്നെ ഒരു വീഡിയോ എടുക്കുകയാണ്. വെളുപ്പിനെന്ന് പറഞ്ഞാൽ ഒരു 4 മണിയായപ്പോൾ പാടത്ത് വന്നതാണ്. അപ്പോൾ ഞാനിന്നുള്ളത് കലയത്തുംകുന്ന് പൊതി ഭാഗത്ത് പാടത്താണ്. നമ്മുടെ ശശിചേട്ടൻ്റെ കൂട്ടത്തിലാണ്. ശശിചേട്ടൻ വെളുപ്പിന് 3 മണിയായപ്പം പാവലംതോട്ടത്തിൽ വന്നതാണ്. ഒരു കർഷകൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശശിചേട്ടൻ ഒരു കിലോ കുറച്ച് പാവൽ കൊണ്ടുപോയിട്ട് അടുത്ത ട്രിപ്പ് തിരിച്ചു പോവുകയാണ്. പുള്ളി വെളുപ്പിന് 3:30-4 മണിയായ സമയത്ത് പാടത്തിറങ്ങിയതാണ്. കുറച്ച് ദൂരമുണ്ട് പാവൽ പറിച്ച്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഊണുമില്ല, ഉറക്കവുമില്ല, രാവില്ല പകലില്ല. ഫുൾ ടൈം അവർ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ആ കൂട്ടത്തിൽ ഇന്ന് വെളുപ്പിന് തന്നെ ശക്തമായ മഴയായിരുന്നു. ഈ മഴ മുഴുവൻ നനഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടുണ്ടെങ്കിലും ഹെഡ്ലൈറ്റും വെച്ച് അദ്ദേഹം വെളുപ്പിന് തന്നെ വന്ന് പാവൽ എടുത്തുകൊണ്ട് പോവുകയാണ്. പാവയ്ക്ക ചുമന്ന് റോട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട് പാടത്തുനിന്ന്. പച്ചക്കറിയുടെ കാര്യം പറഞ്ഞാലേ സത്യത്തിൽ പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. മാർജിൻ 5 രൂപ ഒന്നും അല്ല ഇന്നത്തെ കാലത്ത്. അതിനകത്ത് 20 വരും, തൂക്കക്കുറവ് വരും, ഒക്കെ ഉണ്ടാവും. ഈ കൊല്ലുന്ന നമുക്ക് ഈ ശരിക്ക് പാവൽ നേരെ നമുക്ക് കൃഷി വന്നു കഴിഞ്ഞാൽ എത്ര മാസത്തേക്ക് നമുക്ക് വിളവെടുപ്പാൻ? നമുക്ക് ഒരു 100-120 ദിവസം നല്ല അനുകൂല കാലാവസ്ഥയാണ്. 120 ദിവസം അല്ല ഒരു 130 ദിവസം വരെ കിട്ടുമല്ലേ? 130 ദിവസം വരെ കിട്ടും. അപ്പോൾ ചേട്ടൻ വേണ്ട ഒരു ചെറിയ കേട് വരെയുള്ള പാവയ്ക്ക ഇവിടെ എടുക്കണില്ല. കാര്യം കൃഷി ചെയ്യുന്നുണ്ട് കർഷകരാന്ന് പറഞ്ഞില്ല, ഒരു ചെറിയ പൊടി കേട് വരെയുള്ളത് എടുക്കുന്നില്ല. അത് മാറ്റി വയ്ക്കുക. അത്രയ്ക്ക് ഭംഗിയായിട്ട് നല്ല പാവയ്ക്ക മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ വരുന്നത് കാരണം പുള്ളിക്കാണേലും ഒരു കൃഷി ചെയ്യാനൊരു പ്രോത്സാഹനം തന്നെയല്ല. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ലാഭമില്ല, അവന് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും കാലാവസ്ഥയും കൂടി ഇങ്ങനെ ചതിച്ച് കഴിയുമ്പോഴത്തേക്ക് 10-20 വർഷമായിട്ട് കലയത്തുംകുന്ന് പൊതി ഭാഗത്താണ് അദ്ദേഹം പാട്ടത്തിന് കൃഷി ചെയ്യുവാണ്. പാട്ടത്തിന് പാടം എടുത്തിട്ട് കൃഷി ചെയ്യുവാണ്. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ വീട് തന്നെ എവിടെയാണെന്ന് പറയാം. രാവും പകലും ശശിചേട്ടൻ ഇവിടെ തന്നെയാണ്, പാടത്ത് തന്നെയാണ്. വണ്ടി വിളിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം, അവർ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? സാവൻ്റെ വണ്ടി കാണാം. പണ്ട് നമ്മൾ ഈ വാഴയുടെ കച്ചീൻ്റെ അകത്ത് വെച്ചിട്ട് കെട്ടിയാലായിരുന്നു വാഴക്കച്ചി. ഈ പാവൽ മേള് മുള്ളു പോകാണ്ടിരിക്കും. അത് തന്നെയല്ല നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേളാക എന്ന് പറഞ്ഞ സാധനമില്ലേ, ഈ അതിൻ്റെ അകത്താണ് അടിക്കടിക്ക് കൊണ്ടുപോകുന്നത്. അതൊക്കെ കാലഘട്ടം പോയില്ല, ആ സാധനം ഇല്ലല്ലോ. ആ സംഭവം എന്നാന്ന് തന്നെ അറിയത്തില്ലല്ലോ. പുതിയ തലമുറയ്ക്ക് ഇതുവല്ലോ അറിയാമോ എന്നാന്നല്ലേ? ചേളാകെന്നൊക്കെ പറഞ്ഞാൽ എന്നാ സാധനമാണെന്ന് ചോദിക്കും.
കൃഷിക്കാരൻ്റെ മകൻ കൃഷിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ശാശ്വതമായ ഒരു തൊഴിലല്ല. അല്ലല്ല. ഇത് ഡെയിലി വരുമാനമല്ല, മാസ വരുമാനം ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ള വരുമാനമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതമാകിയത് അതാണ് ഇപ്പോഴത്തെ ഇളം തലമുറയൊന്നും ഇതിനോട്ടൊന്നും വരാതെ തന്നെയല്ല. ഈ പൊടിയുന്ന വെയിലും മഴയത്ത് കിടന്നൊന്നും ഇപ്പോഴത്തെ പിള്ളേർ പണിയല്ല, പണിയുന്ന കാലം ഉണ്ടായിരുന്നു, ഇപ്പം ഒന്നും ചെയ്യല്ല. പേരെന്ന് പറഞ്ഞേ? ശശി. ശശി. സ്ഥലം എവിടെയാ? സ്ഥലം താമസം ആയിത്തീരം. ജോലി ചെയ്യുന്നത് പൊതി കലത്തുനിന്ന് പള്ളിയുടെ താഴെ. 10-20 വർഷമായിട്ട് ഇവിടെ തന്നെ? 20 വർഷമായിട്ട് ഇവിടെ തന്നെ. 20-22 വർഷമായിട്ട് ഇവിടെ തന്നെ. 10-60 വർഷമായി ഈ തൊഴിൽ തുടങ്ങിയിട്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 60 കൊല്ലത്തോളമായി. 10 വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങിയതാ. ഇപ്പം പാടത്ത് എന്നൊക്കെ കൃഷി ചെയ്തേക്കണേ? ഇപ്പൊ പാവലും പയറും ഉണ്ടല്ലോ. അത് എത്ര ഏക്കർ അടുത്ത സ്ഥലം ഉണ്ട്? അതിപ്പം വേണ്ട 1 ഏക്കർ 1.5 ഏക്കറോളം വരും. അതേ ഉള്ളൂ. അതെല്ലാം സ്ഥലമെല്ലാം കുറച്ചു പണിയാൻ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടമാനം ഒത്തിരി സ്ഥലമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3.25 ഏക്കർ സ്ഥലം എടുത്ത് പണിതുകൊണ്ടിരുന്ന. പണിയാൻ ആളില്ല. രണ്ടാമത് പിന്നെ സാധനം കൊടുക്കാൻ പറ്റത്തില്ല, വിലയിടിവ്, ചെലവ് കൂടുതല്, മുടക്ക് കൂടുതല്, അങ്ങനെ എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഏറിയ കുറച്ചു. വിപണന സാധ്യത നമുക്ക് കുറവാണ്. ഓരോ പ്രൈവറ്റ് പാർട്ടികൾ വന്ന് ഇങ്ങനെ കൊണ്ടുപോകും. ചന്തകളൊന്നും സാധ്യത കുറവാ. 1000 കിലോ പടലങ്ങുണ്ടെങ്കിൽ ഇപ്പം വിൽക്കാൻ പറ്റിയല്ല. നേരത്തേക്ക് അത് വിറ്റ് പോകുമായിരുന്നു. ആഴ്ച 1000-1500 കിലോ പടലങ്ങയൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് അന്ന് കൊണ്ടുപോകാൻ ആളും ഉണ്ടായിരുന്നു. വിറ്റുകൊണ്ട് കച്ചവടക്കാരൻ കാശും തരുമായിരുന്നു. ചേട്ടൻ പാടത്ത് രാവിലെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരും? രാവിലെ വിളവെടുപ്പില്ലാത്ത ഇല്ലാത്ത സമയത്ത് 7-7:30 ആകുമ്പോൾ വരും. 7:30 വരും അല്ലേ? അല്ലാത്ത സമയത്ത് വെളുപ്പിന് വന്നല്ലേ? വിളവെടുപ്പിന്റെ അത് ആധിക്യം പോലെ ഇരിക്കും. സാധനം കൂടുതലുണ്ടെങ്കിൽ 2 മണി ആകുമ്പോൾ വരും, അല്ലെങ്കിൽ 3 മണി 4 മണി 4 മണി കഴിഞ്ഞ് പോയില്ല. അവിടെ നിന്ന് ഇത്രയും ദൂരം ഉണ്ടല്ലോ. അവിടെ നിന്ന് പിന്നെ ഇത് എടുത്ത് കയറി വന്നം, എടുത്ത് കണ്ടത്തിന്ന് വലിച്ചു കയറ്റി വഴി കൊണ്ടുവരണം. അങ്ങനെ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് ശരിക്കും ചേട്ടൻ ഒരു 3:30 ആയപ്പോ അവിടെ എത്തി. 3:30 ആയപ്പോഴത്തേന് 3:45 അവിടുന്ന് പോന്നല്ലേ? 3:45 പോന്നു. 4 ഹെഡ്ലൈറ്റ് വെച്ചാണ് പാടത്തിറങ്ങി എടുക്കണത്. ഹെഡ്ലൈറ്റ് വെച്ചാണ്. അപ്പൊ ശരിക്കും ഈ പാവല് കൃഷി നമുക്ക് എത്ര മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും? അത് കാലാവസ്ഥ പോലെ ഇരിക്കും. മുട്ടു മഴയാണെങ്കിൽ ഒരു 100 ദിവസത്തിനുള്ളിൽ പോയില്ല. അന്നേരം തന്നെ തിരിവാകും. ഇപ്പൊ തന്നെ തിരിവായി. ശശിയേട്ടൻ കൃഷി ചെയ്തിരിക്കുന്ന വള്ളിപ്പയർ ഇതാണ്. വള്ളിപ്പയറിൻ്റെ സൈഡ് കൂടിയാണ്. വളരെ വൃത്തിയോടുകൂടി ഈ പാടത്ത് ശരിക്കും പറഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പാടമായിരുന്നു പൊതിപ്പാടം എന്ന് പറഞ്ഞാൽ. കുറേ കാലങ്ങളായിട്ട് കൃഷിയില്ല. കൂടുതലും ആളുകൾ കൃഷിയിലേക്ക് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വിപണന സാധ്യതകൾ കൃഷിക്കില്ല. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് ആരും തന്നെ ഇറങ്ങുന്നില്ല. കർഷകരെ സംബന്ധിച്ച് പുതിയതായിട്ട് കർഷകർ ആരും തന്നെ വരുന്നില്ല. പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ പുള്ളി ഏകദേശം ഈ ശശിയേട്ടൻ തന്നെ ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഈ പാടത്ത് വരുന്നതാണ്. രാവും പകലും പാടത്ത് കിടന്ന് ഈ കൃഷിയുടെ ഇതിൽ തന്നെയാണ് ആഹാരം. എല്ലാ സാധനം തന്നെ വീട്ടിൽ നിന്ന് മിക്കവാറും തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ശശിയേട്ടൻ ഓരോ കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാടശേഖരം ഏകദേശം ഒരു 3.5-4 ഏക്കർ മൊത്തം തന്നെ ശശിയേട്ടൻ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. 23 വർഷമായിട്ട് ഈ പൊതി കലയത്തുംകുന്ന് പള്ളിക്കടുത്താണ് ഈ പാടശേഖരം. ഈ പാടശേഖരത്തിൽ 23 വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ കൃഷിസ്ഥലങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം ഒരു 4 ഏക്കർ അടുത്ത് അദ്ദേഹം കൃഷി ചെയ്തിരുന്നു. വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ കൂടുതലും കേടെന്ന് പറഞ്ഞാൽ അടമഴ വന്നു. ഒത്തിരി പാവലും അങ്ങനത്തെ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. കർഷകരെ സംബന്ധിച്ച് ഇൻഷുറൻസോ മറ്റുള്ളൊരു സംവിധാനങ്ങളോ ഇല്ല. പ്രകൃതി കനിഞ്ഞാൽ മാത്രമേ അവനെ സംബന്ധിച്ച് അവന് നേട്ടം ഉണ്ടാവുന്നുള്ളൂ. ഈ വർഷം മഴ കൂടുതലായതാൽ കണ്ടമാനം പഴുപ്പും മറ്റുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു വിളവ് ലഭിക്കേണ്ടതാണ്.
എന്നിരുന്നാൽ തന്നെയും കാർഷിക രംഗത്തുനിന്ന് പുറകോട്ട് പോകാൻ ശശിയേട്ടൻ തുനിയുന്നില്ല. ഒന്ന് മാറപ്പോൾ അടുത്ത വേറൊരു കൃഷി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ അത് തന്നെ ശശിയേട്ടൻ തന്നെ പറയുന്നു, വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ഇതുകൊണ്ടോ ഇതിലെ വട്ടമൊന്ന് കടന്നു പോകാൻ ഒരു പാലം വരെ ഇല്ല. എന്നിരുന്നാലും ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇത്രയും ദൂരത്തു നിന്ന് പാടശേഖരത്ത് വന്ന്